നമ്മുടെ നാട്ടിൽ പരക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്നതും നമ്മുടെ നാട്ടിൽ കാലങ്ങളായി നാട്ടുനടപ്പായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് മരണപ്പെട്ട വീട്ടിൽ മയ്യത്തിൻ്റെ അരികിലിരുന്ന് സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യുക. അതോടൊപ്പം തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ നൽകുക എന്ന ഒരു രീതി. എന്നാൽ മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ പ്രവാചകനും പ്രവാചകൻ്റെ സ്വഹാബത്തും താബിഈങ്ങളും തബഉത്താബിഈങ്ങളെയുമാണ് മുൻഗാമികൾ എന്നുദ്ദേശിച്ചത്. ഈ മുൻഗാമികൾക്കാർക്കും പരിചയമില്ലാത്ത ഒരു സമ്പ്രദായമാണ് മരിച്ച വീട്ടിൽ മയ്യത്തിൻ്റെ അരികിലിരുന്ന് യാസീൻ ഓതുന്ന സമ്പ്രദായവും അതേപോലെ തന്നെ മരണപ്പെട്ട മയ്യത്തിന് ഖബറടക്കിയതിന് ശേഷമോ അതല്ലാതെയോ മയ്യത്ത് ഖബറിൽ വെക്കുന്നതിന് മുമ്പോ ആകട്ടെ വെച്ചതിന് ശേഷമോ ആകട്ടെ ഖുർആൻ ഓതി ഹദീ നൽകുന്ന രീതി. ഇതിൻ്റെ ഇസ്ലാമിൻ്റെ മാനം എന്താണ്? ഇത് അനുവദനീയമാണോ? ഇത് സുന്നത്താണോ? ഇത് ജായിസാണോ എന്നുള്ള വിഷയത്തിലാണ് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വേറൊന്നും കൊണ്ടുമല്ല, ചില വാട്സപ്പിലെ ചില പോസ്റ്റുകൾ മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതി ഹദീ നൽകുന്നത് സ്വതക്ക നൽകുന്നത് പോലെയാണ്, മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെയാണ്, അതേപോലെ തന്നെ മയ്യത്തിന് ഒരുപാട് പ്രതിഫലം ലഭിക്കും, മയ്യത്തിൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് ഷാഫിഈ മദ്ഹബിൻ്റെ അഭിപ്രായം അതാണ് എന്ന് ചില ആളുകൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വോയിസ് ഇടാൻ തീരുമാനിച്ചത്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക, അതായത് ഭൂരിപക്ഷമായ മുസ്ലിമീങ്ങളും ഇത് ചെയ്യുമ്പോൾ അവർ ഷാഫിഈ മദ്ഹബുകാരായിക്കൊണ്ടാണ് ചെയ്യുന്നത്. അതായത് ഷാഫിഈ മദ്ഹബ് പ്രകാരം ഇത് ഖുർആൻ ഓതി ഹദീ നൽകലും മയ്യത്തിൻ്റെ അരികിലിരുന്ന് സൂറത്ത് യാസീൻ ഓതലും അത് ശറഅ് അനുവദിച്ചതാണ്, അത് ഷാഫിഈ മദ്ഹബ് പറയുന്നുണ്ട് എന്നാണ് ഇവരുടെ വാദം. എന്നാൽ ഒറ്റപ്പെട്ട ചില ഷാഫിഈ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളാണ് ഇവർ തെളിവിനായി കൊണ്ടുവരാറുള്ളത്. എന്നാൽ നാം മനസ്സിലാക്കണം, പ്രഗൽഭ ഷാഫിഈ പണ്ഡിതനായ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ തഫ്സീർ രചിച്ച മുഫസ്സിറാണ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഒരു ഷാഫിഈ മദ്ഹബുകാരനാണ്. അദ്ദേഹം വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ എഴുതുന്നിടത്ത് അദ്ദേഹം ഈ വിഷയത്തെ കോട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഷാഫിഈ പണ്ഡിതനാണ്. ഷാഫിഈ പണ്ഡിതനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് വെച്ചുകൊണ്ടാണ് മരിച്ചുപോയ ആളുകൾക്ക് ഖുർആൻ ഓതി ഹദീ നൽകൽ അത് ഇസ്ലാമികമല്ല, പ്രവാചകനോ സ്വഹാബത്തോ താബിഈങ്ങളോ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നത് ഖുർആനിൻ്റെ ആയത്ത് വെച്ചിട്ടാണ്. എവിടെയാണ്? സൂറത്തുൻ നജ്മിൻ്റെ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും, വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. സൂറത്തുൻ നജ്മിലെ 39-ാമത്തെ വചനമാണ് വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. ആ ആയത്തിൻ്റെ അർത്ഥം ഓരോ മനുഷ്യനും താൻ ചെയ്തതല്ലാതെ ലഭിക്കുകയില്ല. അപ്പോൾ ഒരു മനുഷ്യൻ താൻ ചെയ്തതാണ് തനിക്ക് ലഭിക്കുക എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് എന്തൊക്കെ മയ്യത്തിന് ലഭിക്കും, മരണപ്പെട്ട മയ്യത്തിന് എന്തൊക്കെ ലഭിക്കും, എന്തൊക്കെ ലഭിക്കില്ല എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ച് പറയുന്നിടത്ത് അദ്ദേഹം ഈ ആയത്ത് പറയുന്ന വാചകം ഇങ്ങനെയാണ്. അതാണ് എൻ്റെ ഈ ഒരു സംസാരത്തോടൊപ്പം ഉള്ളൊരു ടെക്സ്റ്റ് ഉണ്ട്, അറബി ടെക്സ്റ്റ് കൂടി ഞാൻ ഇടുന്നുണ്ട്. ആ ടെക്സ്റ്റ് ഇങ്ങനെയാണ്, വമിൻ ഹാദിഹിൽ ആയാത്തിൽ കരീമ ഇസ്തംബത്ത ഷാഫിഈ. ഈ മഹത്വപൂർണമായ ഈ വചനത്തിൽ നിന്ന് ഇസ്തംബത്ത ഷാഫിഈ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്തിംബാത്ത് നടത്തി എന്ന് പറഞ്ഞാൽ ആ ആയത്തിനെ തെളിവ് പിടിച്ചു. ആ ആയത്തിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു? തെളിവ് തേടി, അല്ലെങ്കിൽ തെളിവ് പിടിച്ചു. എന്താണ് തെളിവ് പിടിച്ചത്? വമനിത്തബഅഹു അന്നൽ ഖിറാഅത ലാ യസിലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗത. ഈ ശ്രേഷ്ഠമായ ആയത്തിൽ നിന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ അനുയായികളും മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്ത് അതിൻ്റെ പ്രതിഫലം അവർക്ക് ഹദീ ചെയ്താൽ തീർച്ചയായും അതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുകയില്ല
എന്നതിന് അദ്ദേഹം ഈ ആയത്ത് തെളിവ് പിടിച്ചു. ആരാണ് തെളിവ് പിടിച്ചത്? ഇമാം ഷാഫിഈ. എന്നാൽ ഇവിടുത്തെ കേരളത്തിലെ ആളുകൾ, ഒട്ടുമിക്ക ആളുകളും പറയുന്നത് ഷാഫി മദ്ഹബ് പ്രകാരം ഞങ്ങൾ ചെയ്യുന്നതെന്നാണ്. എന്നാൽ ഷാഫിഈ മദ്ഹബ് ഉണ്ടായത് എന്തിൻ്റെ പേരിലാണ്? ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇജ്തിഹാദുകളാണ് മദ്ഹബു ഷാഫിഈ ഉണ്ടായത്. എന്നാൽ ആ മദ്ഹബു ഷാഫിഈ മദ്ഹബിൻ്റെ നേതാവായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു നജ്മിലെ 39-ാമത്തെ വചനം തെളിവ് പിടിച്ചുകൊണ്ട് അദ്ദേഹം എന്തു പറഞ്ഞു? ഈ ഖുർആൻ ഓതി മരണപ്പെട്ടവർക്ക് ഹദിയ നൽകുക എന്നുള്ളത് മരിച്ചവർക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല. മാത്രമല്ല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ലി അന്നഹു, കാരണം ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, അതിൻ്റെ കാരണം എന്താണ്? അത് അവരുടെ അധ്വാനത്തിലോ സമ്പാദ്യത്തിലോ പെട്ടതല്ല. തുടർന്ന് അദ്ദേഹം പറയുന്നു വലിഹാദാ ലം യൻതുബു ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു വലാ ഹസ്സഹും അലൈഹി വലാ അർഷദഹും ഇലൈഹി ബിനസ്സിൻ വലാ ഈമാഇൻ വലം യുൻഖൽ ദാലിക അൻ അഹദിൻ മിനസ് സ്വഹാബ റളിയല്ലാഹു അൻഹും വലൗ കാന ഖൈറൻ ലസബഖൂനാ ഇലൈഹി. എന്താണ് അതിൻ്റെ അർത്ഥം? ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സമൂഹത്തെ ഈ സമ്പ്രദായത്തിലേക്ക് പ്രേരിപ്പിക്കാതിരുന്നതും. ഏത് സമ്പ്രദായത്തിലേക്ക്? ഖുർആൻ ഓതി ഹദിയ നൽകുന്ന സമ്പ്രദായത്തിലേക്ക് ജനങ്ങളെ, തൻ്റെ ഉമ്മത്തിനെ പ്രേരിപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് അവരുടെ അധ്വാനത്തിലോ സമ്പാദ്യത്തിലോ പെട്ടതല്ല, അതുകൊണ്ട് അവർക്കത് ലഭിക്കുകയുമില്ല അതിൻ്റെ പ്രതിഫലം എന്നതുകൊണ്ടാണ്. എന്നിട്ട് പറയുന്നു ഗണ്ണിതമായോ സൂചനയിലൂടെയോ പോലും പ്രവാചകൻ ഇതിന് സമുദായത്തെ മാർഗദർശനം ചെയ്യാതിരുന്നതും. എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതി മരണപ്പെട്ടവർക്ക് നൽകാൻ പ്രവാചകൻ ഗണ്ണിതമായോ, ഉറപ്പിച്ചോ, സൂചനയോ, ആ സൂചനയുടെ രൂപത്തിലോ പ്രവാചകൻ ഈ ഒരു കാര്യം ചെയ്യാൻ തൻ്റെ സമൂഹത്തിന് എന്ത് ചെയ്തില്ല? മാർഗദർശനം നൽകിയിട്ടില്ല. ഈ പ്രവർത്തനം ഒരു സഹാബിയിൽ നിന്നും ഉദ്ധരിക്കപ്പെടാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതാണ് അദ്ദേഹം അതിൻ്റെ അവസാനം പറയുന്നത് വലം യുൻഖൽ ദാലിക അൻ അഹദിൻ മിനസ് സ്വഹാബ റളിയല്ലാഹു അൻഹും. ഈ ഒരു സംഭവം, അതായത് ഖുർആൻ ഓതി മരണപ്പെട്ടവർക്ക് ഹദിയ നൽകുക എന്നുള്ളത് ഒരു സ്വഹാബിയിൽ നിന്നും ഉദ്ധരിക്കപ്പെടാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്നിട്ട് പറയുന്നു ഇതിൽ വല്ല നന്മയും ഉണ്ടായിരുന്നെങ്കിൽ വലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി, അതിലേക്ക് അവർ നമ്മേക്കാൾ മുന്നിടുമായിരുന്നു. അപ്പോൾ മരണപ്പെട്ടവർക്ക് ഖുർആൻ ഓതി ഹദിയ നൽകുക എന്ന ഒരു സംഗതിക്ക് പ്രവാചകനിൽ നിന്നോ അതേപോലെ തന്നെ ഖുർആനിൽ നിന്നോ തെളിവുണ്ടായിരുന്നെങ്കിൽ അതിലേറ്റവും കൂടുതൽ മുന്നിടുന്നത് ആരാകുമായിരുന്നു? പ്രവാചകൻ്റെ സ്വഹാബിമാരാകുമായിരുന്നു. അപ്പോൾ ഖുർആനിൻ്റെ തെളിവില്ല, പിൻബലമില്ല, ഹദീസിൻ്റെ പിൻബലമില്ല, സച്ചരിതരായ സ്വഹാബത്തിൻ്റെ പിൻബലമില്ല, താബിഈങ്ങളുടെയും താബിഈങ്ങളുടെയും പിൻബലമില്ല. താബിഈങ്ങളുടെ പിൻബലം ഉണ്ടായിരുന്നെങ്കിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയണമായിരുന്നു നിങ്ങൾ മരണപ്പെട്ടവർക്ക് ഖുർആൻ ഓതി ഹദിയ നൽകൂ എന്ന്. പക്ഷേ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാദം അതിനെതിരാണ്. അപ്പോൾ പ്രവാചകൻ ഇത് പഠിപ്പിച്ചിട്ടില്ലെന്നും സ്വഹാബാക്കൾ ഇത് ചെയ്തിട്ടില്ലെന്നും ഇതിൽ ഖൈറുണ്ടായിരുന്നെങ്കിൽ സ്വഹാബാക്കളായിരുന്നു അത് ആദ്യം ചെയ്യുക എന്നും ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനായ അദ്ദേഹം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇനി മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ടെക്സ്റ്റുകളിൽ കാണാം ഇമാം നബവി പറഞ്ഞിട്ടുണ്ട്, ഇമാം നബവിയുടെ അദ്കാറിലുണ്ട് എന്ന്. ഞാൻ ഈ ഒരു വോയിസിനോടൊപ്പം, എൻ്റെ ഈ ശബ്ദത്തോടൊപ്പം ഇമാം നബവിയുടെ അദ്കാറിൽ ഇമാം നബവി മരണപ്പെട്ടവരുടെ അടുക്കലിരുന്ന് സൂറത്തു യാസീൻ ഓതുന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇത് ലഈഫാണ്. ഈ ഹദീസിൻ്റെ സനദിൽ മജ്ഹൂലാനി, രണ്ട് അറിയപ്പെടാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ സൂറത്തു യാസീൻ മരണപ്പെട്ടവരുടെ അടുക്കലിരുന്ന് ഓതുക എന്നുള്ളത് ലഈഫായ ഹദീസാണ്. അത് ആ ഒരു പ്രവർത്തനത്തിന് തെളിവിൻ്റെ പിൻബലമില്ല. ഇനി അത് സ്വഹീഹാണെന്ന് വെച്ചാൽ തന്നെയും ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഇനി സ്വഹീഹാണെന്ന് വെച്ചാൽ തന്നെയും അത് മരണപ്പെട്ടവരുടെ അടുക്കലിരുന്ന് ഓതാനുള്ളതല്ല, മരണാസന്നനായ, മരിക്കുന്നതിന് മുമ്പ് മരണമാസന്നനായ മനുഷ്യൻ്റെ അടുക്കലിരുന്ന് ഓതാനുള്ളതാണ്. പക്ഷേ അത് സ്വഹീഹല്ലാത്തത് കൊണ്ട് അത് ഓതാനും പാടില്ല. അങ്ങനെ ഒരു പ്രത്യേകമായ ഇബാദത്തില്ല. പിന്നെ മറ്റൊരു ആളുകളുടെ വാദം എന്ന് പറഞ്ഞാൽ, ചില സ്വഹാബികൾ മരണപ്പെട്ടവരുടെ തലഭാഗത്തും കാൽഭാഗത്തും ഇരുന്നു കൊണ്ട് സൂറത്തുൽ ബഖറ ഓതാൻ പറഞ്ഞു എന്നുള്ളതാണ്. അതും ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി, ആരാണ് ഇമാം നബവി? രണ്ടാം ഷാഫിഈ. ഇമാം ഷാഫിക്ക് ശേഷം ഇനിയൊരു ഷാഫിഈ മദ്ഹബിലെ ഇമാം ഷാഫി ഉണ്ടെങ്കിൽ അത് ഇമാം നബവിയാണെന്ന് അറിയപ്പെടുന്നത്. ആ ഇമാം നബവി തന്നെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അദ്കാറിൽ അദ്ദേഹം പറയുകയാണ്, സൂറത്തുൽ ബഖറ ചില സ്വഹാബാക്കൾ മരണപ്പെട്ടവരുടെ അടുക്കലിരുന്ന് ഓതാൻ പറഞ്ഞു എന്ന് പറയുന്ന ഹദീസും ലഈഫാണ്. അപ്പോൾ ലഈഫായ ഹദീസ് കൊണ്ട്
ദുർബലമായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്. മുൻഗാമികൾ അങ്ങനെ ഒരു അമല് ലൈഫായ ഹദീസ് കൊണ്ട് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രവാചകനിൽ നിന്ന് ഗണ്ണിതമായോ അതേപോലെ തന്നെ സൂചനാ രൂപത്തിലുള്ള തെളിവുകളോ കിട്ടിയിട്ടില്ല. കിട്ടിയിരുന്നെങ്കിൽ സ്വഹാബത്ത് അത് ചെയ്യുമായിരുന്നു. സ്വഹാബത്തിൻ്റെ പേരിൽ ചെയ്തു എന്ന് പറയുന്ന ഹദീസാകട്ടെ സ്വീകരിക്കാൻ കൊള്ളാത്ത വിധം ലൈഫാണ്. ഇനി നമ്മൾ മനസ്സിലാക്കണം, സ്വതക്ക കൊടുക്കാൻ നമുക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുണ്ട്. എന്താണ് ഹദീസ്? ഇദാ മാതൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ ബിസലാസിൻ. 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം എന്ത് ചെയ്യും? ഒരു മനുഷ്യൻ മരിച്ചാൽ മുറിഞ്ഞു പോകും. ഏതാണ് ആ 3 കാര്യം? നമുക്ക് കാണാൻ കഴിയും. സ്വദഖത്തുൻ ജാരിയ, ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അതേപോലെ തന്നെ വഇൽമുൻ യുൻതഫഉ ബിഹി. ഇങ്ങനെ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്താണ്? സ്വദഖ, ജാരിയായ സ്വദഖ, അതേപോലെ തന്നെ സ്വാലിഹീങ്ങളായ മക്കളുടെ പ്രാർത്ഥന, അതേപോലെ തന്നെ ഇവിടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത ഉപകാരപ്രദമായ വിജ്ഞാനം. ഇത് 3 ഒരാളുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ മക്കൾ സ്വതക്ക കൊടുത്താൽ അത് മാതാപിതാക്കൾക്ക് കിട്ടുമെന്ന് പ്രവാചകന്റെ ഹദീസിലുണ്ട്. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രവാചകൻ സ്വതക്ക കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ സന്താനങ്ങളുടെ ഇസ്തിഗ്ഫാർ കൊണ്ട് മാതാപിതാക്കൾക്ക് അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഒരു വിശ്വാസി തൻ്റെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ മാതാപിതാക്കൾ മരിക്കുമ്പോൾ അവർക്ക് നോമ്പ് നോറ്റ് വീട്ടാനുണ്ടെങ്കിൽ ആ നോമ്പ് മക്കൾ നോറ്റ് വീട്ടേണ്ടതുണ്ട്. അതും പ്രവാചകന്റെ ഹദീസിൽ സ്വഹീഹായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് എങ്കിൽ ഖുർആൻ ഓതിയാൽ എന്താ? ഖുർആൻ ഓത്ത് വലിയൊരു നന്മയുള്ള കാര്യമല്ലേ? നോമ്പ് വിട്ടുപോയത് വീട്ടാമെങ്കിൽ, സ്വതക്ക കൊടുക്കാമെങ്കിൽ അതിനേക്കാളൊക്കെ വലുതാണല്ലോ ഖുർആൻ പാരായണമെന്ന് ചില ആളുകൾ പറയും. എന്നാൽ അങ്ങനെ ചെയ്യാൻ നമുക്ക് തെളിവില്ല. അങ്ങനത്തെ ഒരു ഇബാദത്ത് ചെയ്യാൻ നമുക്ക് തെളിവുണ്ടാകണം. കാരണം അൽ ഇബാദാത്തു തൗഖീഫിയത്തുൻ, ഇബാദത്ത് മുഴുവൻ തൗഖീഫിയ. തൗഖീഫി എന്ന് പറഞ്ഞാൽ പ്രമാണം പറഞ്ഞതനുസരിച്ചേ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റൂ. പ്രമാണമില്ലാത്ത ഒരു ഇബാദത്ത് നല്ലതല്ലേ എന്ന് വിചാരിച്ച് വേറൊരു ഇബാദത്തിനെ നമ്മൾ ഖിയാസാക്കാൻ പാടില്ല. അതായത് അവിടെ സ്വതക്ക കൊടുത്താൽ കിട്ടുമെങ്കിൽ പിന്നെ ഖുർആൻ ഓതിയാൽ കിട്ടൂലേ എന്ന് ചോദിക്കാൻ പാടില്ല. കാരണം ഇബാദത്തിൻ്റെ വിഷയത്തിൽ ഖിയാസില്ല. ഇബാദത്തിൻ്റെ വിഷയത്തിൽ ഖിയാസില്ല. സ്വതക്ക കൊടുത്താൽ മരണപ്പെട്ടവർക്ക് കിട്ടുമെങ്കിൽ ഖുർആൻ ഓതിയാൽ പിന്നെ കിട്ടൂലേ എന്ന ഒരു ചോദ്യം ഇവിടെ ഇബാദത്തായതുകൊണ്ട് തന്നെ അത് തൗഖീഫിയാണ്. അത് പ്രമാണം പറഞ്ഞതനുസരിച്ച് ചെയ്യാവൂ. അതൊരിക്കലും ഖിയാസ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിലെന്നല്ല ഏതു വിഷയത്തിലും പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഇതിലേക്ക് ചേർത്ത് വെക്കേണ്ടതുണ്ട്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് താൻ മരണപ്പെട്ട ആളുകൾക്ക് അത് ഹദീ നൽകുന്നത് വലിയ പുണ്യമുള്ള കാര്യമായിരുന്നെങ്കിൽ പ്രവാചകൻ ഈ ഹദീസിൻ്റെ കൂട്ടത്തിൽ ഇതും പറയണമായിരുന്നു. ഏത്? 3 കാര്യങ്ങളല്ലാതെ വേറൊരു കാര്യവും മരണപ്പെട്ട ആളുകൾക്ക് ലഭിക്കില്ല. ആ 3 കാര്യങ്ങളിൽ സ്വദഖത്തുൻ ജാരിയയുണ്ട്, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, സന്താനങ്ങളുടെ ആത്മാർത്ഥമായ ഇസ്തിഗ്ഫാറും പ്രാർത്ഥനയുമുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് ഉപകാരപ്രദമായ വിജ്ഞാനമുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ ഖുർആൻ പാരായണം പറഞ്ഞില്ല. അതുണ്ടായിരുന്നെങ്കിൽ പ്രവാചകൻ പറഞ്ഞേനെ. സൂചനാത്മകമായി പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ സ്വഹാബത്ത് അത് ചെയ്യുമായിരുന്നു. സ്വഹാബത്ത് അങ്ങനെ ചെയ്തതായി നമുക്ക് സ്വഹീഹായ തെളിവുകളുമില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ മരണപ്പെട്ട ആളുടെ അടുത്തിരുന്ന് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നതിന് തെളിവില്ല. ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരുടെ പിൻബലം പോലുമില്ല. എന്നാൽ ഒറ്റപ്പെട്ട ചില ഷാഫിഈ പണ്ഡിതന്മാരങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അവർക്ക് പ്രമാണം ഉദ്ധരിച്ച് പറയാൻ, സ്വഹീഹായ പ്രമാണം ഉദ്ധരിച്ച് പറയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇമാം നബവി തന്നെ പറഞ്ഞു ആ ഹദീസുകളെല്ലാം ലഈഫാണ്. എന്നാൽ ചില ആളുകളുടെ ടെക്സ്റ്റ് മെസ്സേജുകൾ ഇറങ്ങുന്നത് ഇമാം നബവി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇമാം ഷാഫി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അവരൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അവരൊക്കെ അത് ലഈഫാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം ദീനിൽ പുതുതായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, ആരെങ്കിലും നമ്മുടെ കൽപ്പനയില്ലാതെ ഒന്ന് നമ്മുടെ ദീനിൽ കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയണമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ കൽപ്പനയില്ലാത്ത മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദീ നൽകുക, മരിച്ചവരുടെ അടുക്കലിരുന്ന് ഖുർആൻ ഓതുക എന്നുള്ളത് പ്രവാചകൻ്റെ കൽപ്പനയില്ലാത്തത് കൊണ്ട് തന്നെ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. അവസാനമായി ഒരു കാര്യം കൂടി ചേർത്ത് വെക്കട്ടെ. ചില ആളുകളുടെ പോസ്റ്റുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യാസീൻ ഖൽബുൽ ഖുർആൻ, ഖുർആനിൻ്റെ
ഹൃദയമാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ ഹദീസും ലഈഫാണ്. പണ്ഡിതന്മാർ ആ ഹദീസിനെയും ലൊഅഫുണ്ട്, അതിൻ്റെ സനദിൽ ലൊഅഫുണ്ട് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. പിന്നെ സൂറത്തു യാസീനിൻ്റെ മഹത്വം വിശദീകരിക്കുന്നിടത്ത്, അതായത് മുഫസ്സിറുകൾ തഫ്സീർ രചിച്ച ഖുർആനിൻ്റെ തഫ്സീറുകൾ രചിച്ച പണ്ഡിതന്മാർ യാസീൻ വിശദീകരിക്കുന്നിടത്ത് സൂറത്തു യാസീനിൻ്റെ മഹത്വമായി മരണപ്പെട്ടവരുടെ അടുക്കലിരുന്ന് ഖുർആൻ ഓതുന്ന വിഷയം പ്രതിപാദിക്കുന്നില്ല. ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. മുൻഗാമികളായ മുഫസ്സിറുകൾ, അറിയപ്പെട്ട അഹ്ലുസുന്നയുടെ ഒരു മുഫസ്സിറും സൂറത്ത് യാസീൻ വിശദീകരിക്കുന്നിടത്ത് അതിൻ്റെ പ്രത്യേകതയായി അത് മരിച്ചവരുടെ അടുക്കലിരുന്ന് ഓതുന്ന സൂറത്താണെന്ന് പറഞ്ഞ് ലഈഫായ ഹദീസ് അവർ ഉദ്ധരിച്ചിട്ടില്ല. എന്നാൽ സൂറത്തുൽ മുൽക്ക്, അതേപോലെ തന്നെ സൂറത്തു സജദ, ഈ സൂറത്തുകളൊക്കെ വിശദീകരിക്കുന്നിടത്ത് എന്ത് കൊടുത്തിട്ടുണ്ട്? ഉറങ്ങുന്നതിന് മുമ്പ് ഓതേണ്ട സൂറത്തുകളാണെന്ന് പറഞ്ഞ് പ്രത്യേകം പണ്ഡിതന്മാർ അതിൻ്റെ ഫളായിലുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ സൂറത്ത് യാസീനിൻ്റെ ഫളായിൽ പറയുന്നിടത്ത് മുഫസ്സിറുകൾ ഇത് മരണപ്പെട്ടവരുടെ അടുക്കലിരുന്ന് ഓതേണ്ടതാണെന്ന് വിശദീകരിച്ചതായി അഹ്ലുസുന്നയുടെ ഒരു മുഫസ്സിറിലും തഫ്സീറുകളിലും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഈ വിഷയത്തിൽ നമ്മൾ കാക്കക്കാരന്മാർ ചെയ്തതുപോലെ ഞാനും ചെയ്യുന്നു എന്നതല്ല. നമ്മുടെ മുൻഗാമികൾ ആരാണ്? പ്രവാചകനും സഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളുമാണ്. അവരിലാണ് നമുക്ക് മാതൃകയുള്ളത്. അവർ ചെയ്യാത്തൊരു പ്രവർത്തനം നമ്മൾ ചെയ്യേണ്ടതില്ല. അങ്ങനെ ചെയ്താൽ അത് ബിദ്അത്താണ്, അത് പുത്തനാചാരമാണ്, തള്ളപ്പെടേണ്ട പ്രവർത്തനമാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ശിക്ഷക്ക് കാരണമാകുന്നതാണെന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.